ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 19 വർഷമായിട്ട് ഇന്ത്യൻ നിരത്തുകളിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനവുമായിട്ടാണ്. പിന്നെ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഒരു എവർഗ്രീൻ സൂപ്പർ ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന ഒരു വാഹനമായിട്ടാണ് സ്വിഫ്റ്റ്. യെസ്, അപ്പൊ നമ്മുടെ സ്വിഫ്റ്റില് 2005 നമ്മുടെ ഫസ്റ്റ് ജെൻ സ്വിഫ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അന്ന് വന്നിട്ട് 1.3 ലിറ്റർ ഒരു SOHC എഞ്ചിനായിരുന്നു വന്നിട്ട്. SOHC എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ആണ്. അങ്ങനെ ഒരു 1.3 ലിറ്റർ എഞ്ചിനായിരുന്നു അന്ന് നമ്മുടെ എസ്റ്റീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനായിരുന്നു അന്ന് നമുക്ക് സ്വിഫ്റ്റിൽ ആദ്യം വന്നിരുന്നത്. പിന്നെ വന്നിട്ടൊരു 2007 പിന്നെ നമുക്കൊരു DDIS, അതായത് ഒരു ഡീസൽ എഞ്ചിൻ നമുക്ക് സ്വിഫ്റ്റിലേക്ക് വന്നത്. അത് നമ്മൾ ഫിയറ്റ് സോഴ്സ് ചെയ്യുന്ന ഒരു ഡീസൽ എഞ്ചിനായിരുന്നു, മൾട്ടിജെറ്റ് എഞ്ചിനായിരുന്നു. അതിനുശേഷം പിന്നെ 2010 ഓൾമോസ്റ്റ് ഈ എമിഷൻ നോംസ് ഒക്കെ വന്നപ്പോഴത്തേക്കും വീണ്ടും 1.3 വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ നമ്മുടെ സ്വിഫ്റ്റിൽ വന്നേക്കുന്ന ലേറ്റസ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് K സീരീസ് എഞ്ചിനാണ്. അതായത് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എഞ്ചിനാണ് ഇപ്പൊ വന്നേക്കുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണ്. അപ്പൊ നമുക്ക് നേരെ ഇനിയും വെഹിക്കിളിന്റെ ഡിസൈനിന്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് പോവാം. ആദ്യമേ തന്നെ എല്ലാവർക്കും സ്വിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാ ആൾക്കാർക്കും ഒരു ഇഷ്ടമുള്ള ഒരു വെഹിക്കിളാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേനും പക്ക സ്പോർട്ടിയാണ് വെഹിക്കിളിന്റെ ഒരു ഡിസൈൻ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ആ ഒരു ഫ്രണ്ട് അപ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പോർട്ടിനെസ് ഒരു രീതിയിലും കളയാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന് മൊത്തത്തില്. പിന്നെ നേരെ നമ്മുടെ ഒരു ബോണറ്റ് ഒക്കെ ആണെങ്കിലും ആ ഒരു എയറോഡൈനാമിക് രീതിയിൽ തന്നെയാണ് ബോണറ്റ് കൊടുത്തേക്കുന്നത്. താഴെ മേലോട്ട് ചെറിയൊരു സ്ലോപ്പ് അല്ലെങ്കിൽ റേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ബോണറ്റ് പോയേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിന് ഒരു മെഷ്ഡ് ട്രീറ്റ്മെന്റിൽ വരുന്ന ഗ്രില്ലാണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ ഒരു വലിയൊരു ക്രോം സ്ട്രിപ്പ് കാണാം, ക്രോം സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ടാണ് രജിസ്ട്രേഷൻ പ്ലേറ്റ് വരുന്നത്. ആ ഒരു ഗ്രില്ല് ഫുള്ള് ഇത്ര ഒരു വലിപ്പത്തിലായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്കിനും എയർ ഡാം കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു എയർ ഡാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫോഗ് ലാംപ്സ് കാണാം. പിന്നെ മേളിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു വലിയൊരു ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഹെഡ് ലാമ്പ് യൂണിറ്റ് അത് ഹാലജൻ ഹെഡ് ലാംപ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോ ചെയ്ത മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZXi എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ടോപ്പൻഡിന് തൊട്ട് താഴെ ZXi പ്ലസ് ആണ് ടോപ്പൻഡ് മോഡൽ. ഈ ZXi വേരിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നില്ല. പിന്നെ അലോയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് ആണ് നമുക്ക് ടോപ്പൻഡ് വേരിയന്റിൽ വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് മിനിമൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിന്റെ വ്യത്യാസമുള്ളൂ ZXiയും ZXi പ്ലസും തമ്മിലുള്ളത്. പിന്നെ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ZXiക്ക് വരുന്ന അലോയ് വീൽസ് ആണ് ഈ ഒരു സിൽവർ ഫിനിഷിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ZXi പ്ലസിനാണ് നമുക്കൊരു പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഡിസൈൻ ഒക്കെ നല്ലൊരു സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ടയർ സൈസ് വരുമ്പോഴത്തേക്കും 185/65 R15 ടയർ സൈസ് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബോഡി കളറുടെ ആ ഒരു മിറർ ആണ് വരുന്നത്. അതിൽ നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ A പില്ലർ, B പില്ലർ, C പില്ലർ ഒക്കെ ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3845 ആണ്. പിന്നെ വീൽ ബേസ് വരുമ്പോഴത്തേക്കും 2450 ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്കും 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇപ്പോഴത്തെ മോഡേൺ വെഹിക്കിളിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു രീതിയിൽ. പക്ഷെ അത് നല്ലതാണ്. നമുക്ക് ഇവിടെ വരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ ഒരു രീതി. കാരണം ഇവിടെ പിടിക്കുമ്പോൾ കുറെ ആകുമ്പോഴത്തേക്കും ഇവിടെ സ്ക്രാച്ച് ഒക്കെ ആവും. പിന്നെ കുറച്ചുകൂടെ കൺവീനിയന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ ഒരു ഡോർ ഹാൻഡിൽ വരുന്നത്. അപ്പൊ നമുക്കിനി റിയർ ഡിസൈനോടെ നോക്കാം. അപ്പൊ നമ്മുടെ റിയറിൽ ആദ്യമേ തന്നെ നമുക്ക് മേളിലൊരു ആന്റിന വരുന്നുണ്ട്, അതാണ് നമുക്ക് മേളിൽ കാണാവുന്നത്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ഒരു സ്പോയിലർ ടൈപ്പ് ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കാണാം. പിന്നെ D4 കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വാഷറാണ് ഇവിടെ കാണുന്നത്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ഒരു സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സ്വിഫ്റ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ മെയിൻ ആയിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെയിൽ ലാമ്പാണ്. LED ടെയിൽ ലാമ്പാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഒരു അട്രാക്റ്റീവ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഹിപ്പിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് വന്നേക്കുന്നത്. ഒരു സൈഡിലെ ഒരു ഡിസൈൻ, ആ ഒരു ടെയിൽ ലാമ്പ് ആണെങ്കിലും ഭയങ്കര ഒരു അട്രാക്ഷൻ തരുന്ന രീതിയിലാണ്. റിയർ ഡിസൈൻ ഒരു പക്ക സ്പോർട്ടി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് ആ ഒരു റിയർ ഡിസൈനും. പിന്നെ നമുക്ക് ഇവിടെ സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ പ്ലേറ്റ് വരുന്ന ഭാഗമാണ്. നമ്മളിപ്പോ ZXയുടെ ഈ ZXi എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് മാത്രമാണ് പറയുന്നത്. ZXi പ്ലസിൽ വരുമ്പോഴത്തേക്കും ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളിവിടെ പറയുന്നില്ല, കാരണം ഈ ഒരു വേരിയന്റിന്റെ മാത്രമാണ് നമ്മളിപ്പോ പറയുന്നത്, എടുത്തു പറയുന്നത്. അപ്പൊ നമുക്കിനി ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, നമ്മുടെ ഈ ഡിക്കിയിൽ ഒരു സ്പെഷ്യൽ ഒരു ഫീച്ചർ ഉണ്ട്. ഇതിലൊരു റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഞാൻ അത് അങ്ങനെ അധികം വെഹിക്കിളൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് വന്നിട്ട് 268 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അതിൻ്റെ ഇവിടെ ഒരു പാഴ്സൽ ട്രേ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൂട്ട് സ്പേസിന്റെ കാര്യം പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്താണ് ഇന്റീരിയറിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്വിഫ്റ്റിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഇന്റീരിയറിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു നീറ്റ്ലി ലേഔട്ട് ഒരു നല്ലൊരു ഡാഷ്ബോർഡ് ആണ് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ളത്. ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ഗൺ മെറ്റൽ ഫിനിഷ് കാണാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് AC വെന്റ്സിന്റെ ഒക്കെ താഴെയായിട്ട് ഈ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് കാണാം. ഡാഷ്ബോർഡിന്റെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ ആണ് കാണുന്നത്. 7 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ ആണ് ഈ കാണുന്നത്. അത് നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അതിന്റെ ഒരു മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഇൻഫോർടൈൻമെന്റ് ആണ്. ഇതിൽ വന്നിട്ട് നമുക്കൊരു 4 സ്പീക്കേഴ്സും വരുന്നുണ്ട് വെഹിക്കിളിന്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. അതിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സ്ക്രീനൊക്കെ കാണാം നമുക്ക്. അതിൽ നമുക്ക് ഇതിന്റെ ഓരോന്നുണ്ടല്ലോ, ഇവിടെ നമുക്ക് ഡിഗ്രി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഫാൻ സ്പീഡ് ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോ AC ആണ് വരുന്നത്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ടും ഓക്സും കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഫോൺ വെക്കാം, അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിയിലാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിന്റെ കീ വരുന്നത്. അത്യാവശ്യം നല്ലൊരു കീ ആണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ലോക്കും അൺലോക്കും മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു ബ്ലൂ ഫിനിഷിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിപ്പം ഡ്രൈവിന് എടുത്തേക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ZXi AMT വേരിയന്റ് ആണ്. അതിന്റെ ആ ഒരു ഗിയർ നോബാണ് ഈ കാണുന്നത്. നല്ല നീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയൊരു ഗിയർ ലിവർ ആണ് കൊടുത്തേക്കുന്നത്. അതിൽ വന്നിട്ട് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനുവലി ഓടിക്കണമെങ്കിൽ മാനുവൽ മോഡിൽ ഓടിക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഒരു ചുറ്റിന് ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിന്റെ അകത്തെ ഭാഗം നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വീണ്ടും നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ്, എന്തെങ്കിലുമൊക്കെ കീയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലൂടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക്, നമുക്ക് നോർമൽ ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. യെസ്, പിന്നെ നമുക്ക് ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു RPM മീറ്ററും കാണാം. നമുക്ക് റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്ററും കാണാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഒരു സിൽവറും റെഡ് ആ ഒരു തീമിലാണ് മീറ്റർ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ ക്ലസ്റ്റർ. പിന്നെ അതിനകത്ത് നടുക്ക് നമുക്ക് ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള കാര്യങ്ങൾ, ആവറേജ് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിജിറ്റലി കൊടുത്തിട്ടുണ്ട്. ZXi പ്ലസിൽ വരുമ്പോഴത്തേക്കും, നമ്മളിപ്പോൾ ZXi ആണെന്ന് ഞാൻ പറയുന്നത്, ZXi പ്ലസിൽ വരുമ്പോഴത്തേക്കും MID സ്ക്രീൻ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ZXi ആകുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ നമുക്ക് ട്രാക്ഷൻ ഓഫ് ചെയ്യാവുന്ന ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഹെഡ് ലാമ്പ് ലെവലർ ആണ്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും ZXiയിലും നമുക്ക് ഈ ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. നല്ല സ്പോർട്ടി സ്റ്റിയറിംഗ് തന്നെയാണ് പറയാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്.
ആ ഒരു ഫ്ലാറ്റ് ബോട്ടം ആണ് നമുക്ക് സ്റ്റിയറിംഗ് വരുന്നത്. പിന്നെ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടെലിഫോണിക് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, വോയിസ് കമാൻഡ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നടുക്ക് കണ്ട് നമുക്കൊരു സുസുക്കിയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഈ മിറർ വന്നിട്ട് മാനുവൽ ആയിട്ടുള്ള ഒരു മിറർ ആണ് കൊടുത്തേക്കുന്നത്. അത് ഓട്ടോ IRVM അല്ല, നോർമൽ മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് സൺഷെയ്ഡ് ഒക്കെ വന്നിട്ട് നോർമലിയാണ്. ഇവിടെ മിറർ ഒന്നും വരുന്നില്ല. ഇവിടെ റീഡിംഗ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇവിടെ നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഡോർ പോക്കറ്റ്സ് ആണ്. പിന്നെ അത്യാവശ്യം ഒരു ഫയലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽ വന്നിട്ട് ഈ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പവർ വിൻഡോ കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ലോക്ക് ബട്ടണും കാര്യങ്ങളുമാണ്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ സ്വിഫ്റ്റിന്റെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. നല്ല ബാക്ക് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ലംബാറൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഒക്കെയാണ്. പിന്നെ നമുക്ക് ഈ സീറ്റ് വന്നിട്ട് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റാണ്. പക്ഷേ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ ഒരു മാനുവലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ബ്ലാക്ക് കളർ സീറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇത് ഇപ്പൊ പുതിയ വണ്ടി ആയതാണ്. ഫുള്ള് മൊത്തം പ്ലാസ്റ്റിക് ഒക്കെ അവർ റിമൂവ് ചെയ്തിട്ടില്ല. മൊത്തം നമ്മളിപ്പോ ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് അറേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ് അവരുടെ. പിന്നെ നമുക്ക് കണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുമ്പം ഈ ഒരു ഭാഗത്ത് ഗ്ലൗ ബോക്സ് വരുന്ന ഇത്രയും രീതിയിലാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഗ്ലൗ ബോക്സിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിലെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് നേരെ ബാക്ക് സീറ്റിലും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്വിഫ്റ്റിന്റെ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോ എന്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത്. ഈ സീറ്റ് വന്നിട്ട് ഒരു ശകലം ഫ്രണ്ടിലോട്ടും കയറ്റിയിട്ടുണ്ട്. ഒരു നോർമൽ രീതിയിലാണ്, അവിടെ മുട്ടുന്ന രീതിയിലൊന്നല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ശകലം ഫ്രണ്ടിലോട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. ഇപ്പൊ എന്റെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു നീ റൂം നമുക്കുണ്ട്. നമുക്ക് ഈ ഒരു ഇത്ര ഒരു നീ റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ലെഗ് റൂം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും നമുക്ക് കണ്ട് ഈ ഒരു ആംഗിളിൽ ഇത്രയും നമുക്കൊരു ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ഒരു 5 ഫിംഗറിന്റെ ഒരു ലെവലിൽ നമുക്ക് ഹെഡ് റൂം കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പൊസിഷനാണ്. പിന്നെ നമുക്ക് ഇവിടെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സീറ്റ് വന്നിട്ടാണെങ്കിലും നമുക്ക് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു രീതിയിലാണ് സീറ്റ് കൊടുത്തേക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. നമുക്ക് പിന്നെ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും ബാക്കിൽ വരുന്നില്ല. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫോണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെക്കാം എന്ന രീതിയിലാണ് കൊടുത്ത ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ AC വെന്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് വേണ്ട അവിടെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു ഫുൾ ബ്ലാക്ക് രീതിയിൽ തന്നെ ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ബാക്കിലത്തെ സീറ്റിന്റെ കാര്യങ്ങൾ. ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മുടെ സ്വിഫ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയാനുള്ളത് നമ്മുടെ എഞ്ചിന്റെ കാര്യം ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് K സീരീസ് 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എഞ്ചിനാണ് വരുന്നത്. പിന്നെ പവർ ഫിഗേഴ്സ് വരുമ്പോഴത്തേക്കിനും 90 PS 113 Nm ടോർക്കും 4000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു പവർ ഡെലിവറി വെഹിക്കിൾ നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പം AMD ട്രാൻസ്മിഷൻ ആണ്, നമുക്ക് അതിലേക്ക് വരാം. അതിന് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പവർ നമുക്ക് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു അങ്ങനെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇപ്പൊ AMD ട്രാൻസ്മിഷൻ ആണ് നമ്മളിപ്പോ എടുത്തേക്കുന്ന വെഹിക്കിളിൽ നമ്മൾ എടുത്തേക്കുന്നത് 5 സ്പീഡ് AMD ആണ്. ഒരു എന്താ പറയുക, ഗിയർ ഷിഫ്റ്റ് ആവാനുള്ള ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഒട്ടും തന്നെ എനിക്ക് അങ്ങനെ അത്ര ഫീൽ ചെയ്തില്ല. ഒരു AMD-യുടേതായിട്ടുള്ള രീതിയിലുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള ഒരു സാധാരണ പൊതുവെ നമ്മൾ പറഞ്ഞില്ലേ AMD ഭയങ്കര ലാഗ് ആയിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ലാഗ് ഇല്ല. ക്വിക്കായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. വലിയ ഓവർ ഹാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ഒരു ഹാൻഡ്ലിങ്ങും ഒരു നമുക്ക് സ്റ്റിയറിംഗിൽ ഇപ്പൊ ഒരു ലെവർ റാപ്പിഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഗ്രിപ്പും നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിയറിംഗ് ആ ഒരു എന്താ പറയുക, നമുക്കൊരു നല്ല ഈ അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു സ്റ്റിയറിംഗ് കൊടുത്തത്. കാരണം ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത് വീട്ടിൽ നിന്ന്.
പിന്നെ സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് മക്ഫേർസൺ സ്റ്റഡ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ബാക്കിൽ വരുന്നത് ടോർഷൻ ബീം സെറ്റപ്പുമാണ്. നല്ല ഒരു ട്യൂണിംഗ് ആണ്. കാരണം മാരുതി നമ്മുടെ ഇന്ത്യൻ റോഡ്സ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു മാനുഫാക്ചർ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ട്യൂണിങ്ങിലൊന്നും യാതൊരു, കാരണം നമ്മളിപ്പോ ഈ ഡ്രൈവ് എടുക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും അത്യാവശ്യം ബാഡ് റോഡ്സ് ഒക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കൊരു എന്താ പറയുന്നത്, ആ ഒരു കംഫോർട്ടിനൊട്ടും കുറവൊന്നും വരാത്ത രീതിയിലാണ് ആ ഒരു സസ്പെൻഷന്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. വെഹിക്കിളിന് വന്നിട്ട് മൈലേജ് വരുമ്പോഴത്തേക്കിനും നമുക്ക് കമ്പനി അപ്രൂവ് ചെയ്ത് പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് 22+ ആണ്. നമുക്ക് ഒരു എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്ന ഒരു 18+ ഒക്കെ നമുക്ക് ഹൈവേകളിൽ എന്തായാലും നമുക്ക് കിട്ടും. 18+ അല്ലെങ്കിൽ 90. ആ ഒരു നമ്മുടെ എല്ലാവരുടെ ഓരോ ഡ്രൈവിംഗ് സ്കിൽ അനുസരിച്ചിരിക്കും ഈ ഒരു മൈലേജ്. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്കില്ലിനനുസരിച്ച് അതിനകത്തൊരു മാറ്റം വരും. പിന്നെ നമുക്കിപ്പോ സിറ്റിയിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 16+ ഒക്കെ ഉറപ്പായിട്ടും നമുക്ക് മൈലേജ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഒരു 1.2 ലിറ്റർ അത്യാവശ്യം നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടെ ആണ്. പിന്നെ നമുക്ക് സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ടും നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷന്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിന് വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും വെഹിക്കിൾ നമ്മുടെ സ്വിഫ്റ്റ് ചെയ്യുന്നില്ലെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് മാരുതി സുസുക്കി അറീന ഷോറൂം ആണ്, കുണ്ടന്നൂരുള്ള. അപ്പൊ നിങ്ങൾക്ക് വെഹിക്കിളിന്റെ പ്രൈസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷാഹുലിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ സ്വിഫ്റ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്.